പെരുന്നാൾ ഒരുക്കവുമായി ബന്ധപ്പെട്ട് ഡിവീന മിസറിക്കോർഡിയ ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ കേരള സഭയെ സമർപ്പിച്ച് വിവിധ രൂപതകളിലൂടെയുള്ള ദൈവകരുണയുടെ ഛായാചിത്ര പ്രയാണം നാളെ ആരംഭിക്കും. കേരളത്തിലെ 14 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന 32 രൂപതകളിലൂടെയുള്ള തീർത്ഥാടന യാത്ര നാളെ രാവിലെ 10 മണിക്ക് സീറോ മലബാർ സഭയുടെ ആസ്ഥാന കാര്യാലയമായ മൗണ്ട് സെയിന്റ് തോമസിൽ വെച്ച് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മെത്രാപ്പൊലീത്ത ആശീർവദിക്കും. ഏപ്രിൽ മാസത്തെ ഫ്രാൻസിസ് പാപ്പായുടെ പ്രാർത്ഥനാ നിയോഗം വത്തിക്കാൻ പ്രസിദ്ധീകരിച്ചു. സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഈ മാസം പാപ്പ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ അന്തസ്സും സമ്പത്തും എല്ലാ സംസ്കാരങ്ങളിലും അംഗീകരിക്കപ്പെടണമെന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവർ അനുഭവിക്കുന്ന വിവേചനം തിരിച്ചറിയണമെന്നുമാണ് പ്രാർത്ഥനാ നിയോഗം. കത്തോലിക്ക സഭയ്ക്കകത്തും പുറത്തുമുള്ള സ്ത്രീകൾക്ക് വലിയ പ്രാമുഖ്യം നൽകിയ പാപ്പയാണ് ഫ്രാൻസിസ് പാപ്പ. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ജോലികളിൽ നിന്ന് ഉദ്യോഗസ്ഥരായ വൈദികർക്കും കന്യാസ്ത്രീകൾക്കും ഉണ്ടായിരുന്ന ഒഴിവ് എടുത്തുകളഞ്ഞു. പോളിംഗ് ഉദ്യോഗസ്ഥരുടെ നിയമപ്രക്രിയയിൽ ഒഴിവാക്കപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥരുടെ പട്ടികയിലായിരുന്നു മുൻപ് വൈദികരും കന്യാസ്ത്രീകളും. ഇപ്പോൾ ഡ്യൂട്ടി നിശ്ചയിച്ചുകൊണ്ടുള്ള ലിസ്റ്റിൽ കന്യാസ്ത്രീകളുടെയും പേരുകൾ വന്നു തുടങ്ങി. പോളിംഗ് ഓഫീസർ ഉൾപ്പെടെയുള്ള ഡ്യൂട്ടിയാണ് ഇവർക്ക് നൽകിയിരിക്കുന്നത്. മനുഷ്യരുടെ ജീവനും സ്വത്തിനും വെല്ലുവിളിയായി വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് തടയാൻ സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന് കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ. സമാനമായ ആക്രമണങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോഴും നിസ്സംഗത പുലർത്തുന്നത് കാട്ടുനീതിയാണ്. തുടർച്ചയായി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങളിൽ നഷ്ടപരിഹാര തുക കൊണ്ട് മാത്രം കുടുംബത്തിനും സമൂഹത്തിനും ഉണ്ടാകുന്ന നഷ്ടം നികത്താനാവില്ലെന്ന് ഓർക്കണമെന്നും മാർ ജോസ് പുളിക്കൽ ചൂണ്ടിക്കാട്ടി. US-ൽ 2400 കിലോമീറ്റർ നീളുന്ന ദിവ്യകാരുണ്യ തീർത്ഥാടനത്തിന് ഒരുങ്ങുകയാണ് ഫാദർ റോജർ ലാൻഡ്രി എന്ന അമേരിക്കൻ വൈദികൻ. തന്റെ 25 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിലുടനീളം വിവിധ ചുമതലകൾ വഹിച്ച ഈ വൈദികൻ വരാനിരിക്കുന്ന ദിവ്യകാരുണ്യ കോൺഗ്രസിന് മുന്നോടിയായിട്ടാണ് തീർത്ഥാടനം നടത്താനൊരുങ്ങുന്നത്. നാഷണൽ യൂക്കറിസ്റ്റിക് കോൺഗ്രസിലെ 4 റൂട്ടുകളിലാണ് ദിവ്യകാരുണ്യ തീർത്ഥാടനം സംഘടിപ്പിക്കുന്നത്. നിലവിൽ 4 റൂട്ടുകളിൽ ഒന്നിൽ മുഴുവനായും സഞ്ചരിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരേയൊരു വൈദികനാണ് ഇദ്ദേഹം.